ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ച് സഭ കൊണ്ടാടുന്ന നൊയമ്പാണ് ശൂനോയ നൊയമ്പ് അഥവാ വാങ്ങിപ്പ് പെരുന്നാൾ. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നൊയമ്പ് പരിശുദ്ധ സഭയുടെ കാനോനിക നൊയമ്പുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നു. സഭ മാതാവിൻ്റെ ഓർമ്മയിൽ ആചരിക്കുന്ന മറ്റു പെരുന്നാളുകളാണ് വചനിപ്പ് പെരുന്നാൾ, പുകഴ്ച പെരുന്നാൾ, വിത്തുകളെ പ്രതിയുള്ള മാതാവിൻ്റെ ഓർമ്മ. ഈ എല്ലാ പെരുന്നാളുകൾക്കും അതിൻ്റെതായ സ്ഥാനം സഭ കൽപ്പിക്കുന്നു. നൊയമ്പിൻ്റെ ദിവസത്തിൽ നാം കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളുമായി ചിന്തിക്കാനുള്ള വിഷയം മാതാവിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറിച്ചാണ്. വേദഭാഗങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 38 മുതൽ 56 വാക്യങ്ങളിൽ കാണാം. ചാർച്ചക്കാരത്തിയായ എലിശബത്ത് ഗർഭിണിയായ വിവരം കേൾക്കുമ്പോൾ മാതാവ് ഓടിച്ചെന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. താൻ ഗർഭാവസ്ഥയിലാണെങ്കിൽ കൂടി അതൊരു ബുദ്ധിമുട്ടായി വകവയ്ക്കാതെ മാതാവ് ഓടിച്ചെല്ലുന്നതായി നമുക്ക് കാണാം. മാതാവ് കാണിച്ച ഈ ശുശ്രൂഷ മനോഭാവം നാം കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒരാവശ്യം വരുമ്പോൾ ഒരു മടിയും കൂടാതെ ഓടിച്ചെന്ന് സഹായിക്കുവാൻ മാതാവ് കാണിച്ചതുപോലെ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്യേണ്ടതാണ്. രണ്ടാമതായി വിശുദ്ധ യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനാവിലെ കല്യാണ വിരുന്ന്. അവിടെ മാതാവ് ക്ഷണിക്കപ്പെട്ട ഒരു വീട്. ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോകുന്നു. ആ ഒരു പ്രശ്നം മാതാവ് ഏറ്റെടുക്കുന്നു. അത് സ്വന്തം പ്രശ്നമായി ഏറ്റെടുത്ത് പരിഹരിക്കാൻ മാതാവ് ഒരു ശ്രമം നടത്തുന്നു. അത് തൻ്റെ പുത്രൻ്റെ കാതുകളിൽ എത്തിക്കുന്നു. അങ്ങനെ തന്നെ മാതാവ് കാണിച്ചതുപോലെ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ആളുകളോ കുടുംബങ്ങളോ അവരുടെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളായി ഏറ്റെടുത്ത് ആത്മാർത്ഥതയോടെ ഒരു സൊല്യൂഷൻ കാണുവാൻ മാതാവ് കാണിച്ചതുപോലെ നമ്മളും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മാതാവിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 2 മാതാവ് കാണിച്ച സവിശേഷതകൾ നാം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. താങ്ക് യു.